ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. തെക്കൻ ലെബനനിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് സൂചന. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സൈനികാടിസ്ഥാന സൗകര്യങ്ങളാണ് ആക്രമിക്കുന്നത് എന്നും അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുന്നത് തടയാനാണ് ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. 2024 നവംബറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഹിസ്ബുള്ള വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു. തെക്കൻ ലെബനനിൽ 4 ഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അവിടങ്ങളിലെ താമസക്കാർ പലായനം ചെയ്തിരുന്നു. ദീർഗിഫ, ചെഹോർ, ഐനാറ്റ, ടൈർഫിൻസ എന്നീ ഗ്രാമങ്ങളിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് കനത്ത പുക പ്രദേശത്ത് വ്യാപിച്ചു. അൽറ്റിരിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിച്ച ഒരു ഹിസ്ബുള്ള അംഗത്തെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 270 പേരാണ് ലെബനോനിൽ കൊല്ലപ്പെട്ടതെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കി. സുഡാനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ട്രംപിന്റെ തീരുമാനം. തങ്ങൾ വിഷയത്തിൽ ഗൗരവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് സൗദി നിക്ഷേപ സമ്മേളനത്തിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. 2.5 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ നേരിട്ടുള്ള സമ്മർദ്ദം ആവശ്യമാണെന്നാണ് സൗദി കിരീടാവകാശി വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിൽ ട്രംപ് വഹിച്ച പങ്കാണ് ഇതിന് സൗദിയെ പ്രേരിപ്പിക്കുന്നത്. സുഡാനി സായുധ സേനയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSFും തമ്മിലുള്ള അധികാര വടംവലിയുടെ ഫലമായി 2023 സുഡാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. വംശീയ അതിക്രമങ്ങൾ നിറഞ്ഞ കൂട്ടക്കൊലകൾക്കും വ്യാപകമായ നാശത്തിനും വലിയ തോതിലുള്ള ജനങ്ങളുടെ പലായനത്തിനും സംഘർഷം കാരണമായിരുന്നു. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗനുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. US സൈനിക ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തും. ഉക്രൈനിൽ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ US റഷ്യയുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സെലൻസ്കി എർദോഗനുമായി ചർച്ച നടത്തിയത്. ഗ്രീസ്, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് സെലൻസ്കി തുർക്കിയിലെത്തിയത്. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നും സമാധാനം കൈവരിക്കുന്നതിനുള്ള വഴികൾ എർദോഗനുമായി ചർച്ച ചെയ്യുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുകയെന്നതാണ് ഉക്രൈന്റെ പ്രഥമ പരിഗണനയെന്നും കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഏതാനും നിർദ്ദേശങ്ങൾ US മുന്നോട്ട് വെച്ചതായും US നേരിട്ട് റഷ്യയുമായി ചർച്ച നടത്തിയെന്നും നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിൽ ഉക്രൈന് പങ്കില്ലെന്നുമാണ് ഉക്രൈന്റെ നിലപാട്. ജൂലൈയിൽ ഇസ്താംബുളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം റഷ്യയും ഉക്രൈന് നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി സൂചനകളുണ്ട് എങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകളിൽ റഷ്യ ഇളവ് വരുത്താൻ തയ്യാറാണോ എന്നത് സംബന്ധിച്ച് നിലവിൽ വ്യക്തമായ സൂചനകളില്ല. നിലവിൽ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും പിന്മാറില്ല എന്ന് വ്യക്തമായ സൂചനകൾ തന്നെയാണ് റഷ്യയിൽ നിന്നും പുറത്തുവരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റണുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ നീതിന്യായ വകുപ്പിന് എപ്സ്റ്റണുമായി ബന്ധപ്പെട്ട ഫയലുകൾ 30 ദിവസത്തിനുള്ളിൽ പുറത്തുവിടാനാകും. ഫയലുകൾ പുറത്തുവിടാൻ തീരുമാനിച്ചതായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി. എപ്സ്റ്റൺ കേസിലെ അതീവ രഹസ്യമായ രേഖകൾ പുറത്തുവിടാനുള്ള നീക്കത്തിന് അമേരിക്കൻ സെനറ്റ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് നേരത്തെ ട്രംപും ആഹ്വാനം ചെയ്തിരുന്നു. സർക്കാരിന് മറച്ചുവെക്കാനൊന്നുമില്ല എന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയത്തിന്റെ ശ്രദ്ധ മാറ്റാനുള്ള ഡെമോക്രാറ്റുകളുടെ തട്ടിപ്പാണ് ആരോപണമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എപ്സ്റ്റൈൻ സംഘടിപ്പിച്ച വിരുന്നുകളിലടക്കം ട്രംപ് പങ്കെടുത്തിരുന്നു. ഇതേ തുടർന്ന് ട്രംപ് എപ്സ്റ്റൈൻ ബന്ധം ആയുധമാക്കി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്ത് വരികയും ഫയലുകൾ പുറത്തുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയ വിവാദമായതോടെയാണ് ഫയലുകൾ പുറത്തുവിടാൻ തീരുമാനിച്ചത്. ഫയലുകൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷത്തിനൊപ്പം ട്രംപ് അനുകൂലികളും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൽട്ടൺ സ്കൂളിലെ ഗണിതാധ്യാപകനായിരുന്നു ജെഫ്രി എപ്സ്റ്റൺ. 1970കളിൽ ജോലി ഉപേക്ഷിച്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബെയർ സ്റ്റേൺസിൽ ചേരുകയായിരുന്നു അദ്ദേഹം. 1982 സ്വന്തം സ്ഥാപനമായ ജെ എപ്സ്റ്റൺ ആൻഡ് കോ സ്ഥാപിക്കുകയുണ്ടായി. പ്രമുഖ വ്യക്തികൾക്കായി എപ്സ്റ്റൺ പാർട്ടികൾ സംഘടിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്നതടക്കം ഒട്ടേറെ ആരോപണങ്ങൾ ജെഫ്രി എപ്സ്റ്റൺ നേരിട്ടിരുന്നു. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്ന കേസിൽ എപ്സ്റ്റൺ കുറ്റം സമ്മതിച്ചു. തുടർന്ന് 18 മാസത്തെ തടവിന് ശിക്ഷിച്ചു. 2019 ജൂലൈ 24 എപ്സ്റ്റണെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കാൻ ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് വരാനിരിക്കെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ് എന്നിവയുടെ ഉടമകളായ മെറ്റ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. 13നും 15നും ഇടയിൽ പ്രായമുള്ള ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ ഡിസംബർ 4 മുതൽ പൂട്ടാൻ തുടങ്ങുമെന്ന് മെറ്റ അറിയിച്ചു. കുട്ടികളെ കുട്ടികളായിരിക്കാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകോത്തരമായ ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു.
ഡിസംബർ 10-നാണ് ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ വിലക്ക് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതേസമയം ഈ വിലക്ക് ടിക്ടോക്ക്, യൂട്യൂബ്, എക്സ്, റെഡിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാണ്. നിയമം പാലിക്കാത്ത സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് 50 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്തും. അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് ഉപഭോക്താക്കൾക്ക് അവരുടെ പോസ്റ്റുകളും വീഡിയോകളും സന്ദേശങ്ങളും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ മെറ്റ അവസരം നൽകുന്നുണ്ട്. പ്രായപരിധി പാലിക്കുന്നുവെന്ന് തെളിയിക്കാൻ വീഡിയോ സെൽഫി വഴിയോ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള സർക്കാർ അംഗീകൃത ID വഴിയോ വെരിഫിക്കേഷൻ നടത്താമെന്നും കമ്പനി അറിയിച്ചു. ഈ നിയമം വഴി കുട്ടികളെ സോഷ്യൽ മീഡിയയിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ കരുതുന്നത്.